Hi everyone. Today we are going to discuss about the universal gates. We have already studied about the gates including NOT gate, AND gate, OR gate, NAND gate, NOR gate, XOR gate and XNOR gate. We have already studied all these gates, and these gates are known as the basic gates, and this NAND and NOR gate known as universal gates, and these are some arithmetic gates. Okay, then this NAND gate and NOR gate is known as universal gates because using this NAND and NOR we can implement all the other gates. Okay, that is NAND ആൻഡ് നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാൻഡ് ആൻഡ് നോർ ഗേറ്റിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് കൂടെ വിളിക്കാം. ഓക്കെ, ദെൻ ലെറ്റ് സി ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഗേറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ വി ഷുഡ് ഹാവ് എ ഐഡിയ അബൌട്ട് ദിസ് നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ്. നാൻഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇൻവേർട്ടഡ് ആൻഡിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഇൻവേർട്ടർ, ഇതാണ് നാൻഡ് ഗേറ്റ്. എ ആൻഡ് ബി ആണ് ഇതിൻ്റെ ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് വൈ വിൽ ബി എ ബി ഹോൾ ബാർ. ഇതായിരിക്കും നാൻഡിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇത് 3 ഇൻപുട്ടിൽ 4 ഇൻപുട്ടിലെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ നോർ ഗേറ്റ് ആണെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻവേർട്ടഡ് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് നോർ ഗേറ്റ്. ഇതാണ് നോർ ഗേറ്റിൻ്റെ സിമ്പൽ വരുന്നത്. എ ബി ആണ് ഇതിൻ്റെ ഇൻപുട്ട്സ് എങ്കിൽ ഔട്ട്പുട്ട് വൈ വിൽ ബി ഈക്വൽ ടു എ ഓർ ബി ഹോൾ ബാർ. ഓക്കെ, ഇതാണ് നാൻഡ് ഗേറ്റ്, ഇതാണ് നോർ ഗേറ്റ്. ഓക്കെ, ദെൻ we have to express all the other gates using this NAND and NOR. Okay, then consider the first basic gate, NOT gate. നോട്ട് ഗേറ്റ് കൺസിഡർ ചെയ്യുക. എങ്ങനെയാണ് നോട്ട് ഗേറ്റിനെ ഞാൻ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, നോട്ട് ഗേറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ഗേറ്റ് ആണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഒരൊറ്റ ഇൻപുട്ടും ഒരൊറ്റ ഔട്ട്പുട്ടും മാത്രമേ നോട്ട് ഗേറ്റിന് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ വരുന്നത്. ഇഫ് എ ഈസ് ദ ഇൻപുട്ട് എ ബാർ വിൽ ബി ഇറ്റ്സ് ഔട്ട്പുട്ട്. ഇൻവേർഷൻ ആണ് അതിൻ്റെ ഫംഗ്ഷൻ, അതായത് ഇൻപുട്ടിൽ എന്താണോ വരുന്നത് അതിൻ്റെ ഇൻവേർട്ടഡ് വേർഷൻ ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ദെൻ കൺസിഡർ എ നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിൽ നമ്മൾ 2 ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്ത്, ദിസ് ഈസ് എ നാൻഡ് ഗേറ്റ് ആൻഡ് വി ആർ ഷോർട്ടിങ് ദ ഇൻപുട്ട്സ് ആൻഡ് അപ്ലൈങ് ദിസ് ഇൻപുട്ട് ടു ദ വാരിയബിൾ എ. ഓക്കെ, എ എന്ന് പറഞ്ഞിട്ടൊരു ഇൻപുട്ട് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുകയാണ്, ഷോർട്ടഡ് ഇൻപുട്ടിൽ കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് എ ബാർ. ഹൗ? ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് എ ആയിരിക്കും, ഇവിടെ നമുക്ക് എ ആണ് ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കുക. ദെൻ ഔട്ട്പുട്ട് വിൽ ബി ആസ് പെർ ദ നാൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് ഇക്വേഷൻ, ഔട്ട്പുട്ട് വിൽ ബി എ ആൻഡ് എ ഹോൾ ബാർ. ഇൻപുട്ടിലുള്ള 2 വാരിയബിൾസിനും ആൻഡ് ചെയ്ത് ഇൻവേർട്ട് ചെയ്യുക, അതാണ് നാൻഡ് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ ആൻഡ് എ ഹോൾ ബാർ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടായിരിക്കുക. വി നോ ദാറ്റ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ബാർ. ഓക്കെ, ദാറ്റ് ഈസ് എ ഈസ് ഇൻവേർട്ടഡ് അറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ഗേറ്റിനെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ 2 ഇൻപുട്ട്സും കൂടെ ഷോർട്ട് ചെയ്യുക, കോമൺ ആയിട്ടുള്ള ആ ഇൻപുട്ടിലേക്ക് നമ്മളുടെ ഇൻപുട്ട് വാരിയബിൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഹൗ വി വിൽ റെപ്രസെൻറ്റ് ദിസ് നോട്ട് ഗേറ്റ് യൂസിങ് ദ നോർ ഗേറ്റ്. നോർ ഗേറ്റിനും സെയിം തന്നെയാണ് വരുന്നത്, അതായത് 2 ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഓക്കെ, നോർ ഗേറ്റിൻ്റെ ഈ 2 ഇൻപുട്ടും കൂടെ നമ്മൾ ഷോർട്ട് ചെയ്തു, അതിനകത്തേക്കാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എ ഈസ് ദ ഇൻപുട്ട് ആൻഡ് എ ബാർ will be the output. How? Let's see. Here we will get A and in this the input A. Output will be A or A whole bar. We know that A or A is equal to A, so we can write it as A bar. Okay, that is the input A is changed to A bar at the output. Okay, അപ്പോൾ ഇൻവേർഷൻ തന്നെയാണ് ഇവിടെ നടന്നത്. അതായത് നോട്ട് ഗേറ്റിനെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഷോർട്ട് ദ ഇൻപുട്ട്സ് ആൻഡ് അപ്ലൈ ദ ഇൻപുട്ട് ടു ദ ഷോർട്ടർ ടെർമിനൽ. ഓക്കെ, ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി ദ ഇൻവേർട്ടഡ് വേർഷൻ ഓഫ് ദ ഇൻപുട്ട്. ഓക്കെ, now let's see how an AND gate can be represented by using this NAND and NOR. Okay, AND gate means it will have 2 or more inputs and it is represented as like this. Okay, A and B
are the inputs and output y will be equal to a and b. Okay, how this AND gate can be represented by using a NAND gate. നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ആൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു നാൻഡ് ഇവിടെ ആൻഡിന് പകരം നമ്മളൊരു നാൻഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് വരിക? ഇവിടെ ഞാനൊരു നാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഔട്ട്പുട്ട് വിൽ ബി, ഇൻപുട്ട്സ് ആർ എ ആൻഡ് ബി, ഔട്ട്പുട്ട് വിൽ ബി എ ബി ഹോൾ ബാർ. എ ആൻഡ് ബി ഹോൾ ബാർ ആണ് നമ്മളുടെ നാൻഡിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അല്ലേ. ഇതിനകത്ത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണ്. ഓക്കെ, നാൻഡിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത് എ ബി ഹോൾ ബാർ ആണ്. ഓക്കെ, ഹൗ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു എ ആൻഡ് ബി. എ ബി ഹോൾ ബാർ എന്നുള്ളതിനെ എ ബി ആക്കുന്നതിന് എന്താ ചെയ്യേണ്ടി വരിക? നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ജസ്റ്റ് ഒരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അതായത് നമ്മൾ നാൻഡ് യൂസ് ചെയ്തിട്ടുള്ള ഇൻവേർട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു, 2 ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്തിട്ട്. ഓക്കെ, ദെൻ ഇതൊരു ഇൻവേർട്ടറാണ്, നോട്ട് ഗേറ്റ് ആണ്. ഈ നോട്ട് ഗേറ്റ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് കിട്ടുന്നത് എ ബി ബാർ ബാർ, അതായത് എ ബി ഡബിൾ ബാർ ഈസ് ഈക്വൽ ടു എ ബി. ഓക്കെ, ഔട്ട്പുട്ട് ഈസ് എ ബി. അതായത് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ആൻഡ് ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. എ ആൻഡ് ബി ആർ ദ ഇൻപുട്ട്സ് ആൻഡ് ദ ഫൈനൽ ഔട്ട്പുട്ട് ഈസ് എ ബി. ഓക്കെ, ദെൻ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു ആൻഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ആൻഡ് ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു എ ബി ആണ്. നമുക്കറിയാം എന്താണ് അല്ലേ, നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എ ബി ആണ്. ഐ ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് എക്സ്പ്രഷൻ ആസ് എ ഡബിൾ ബാർ ആൻഡ് ബി ഡബിൾ ബാർ, ബിക്കോസ് നമുക്കറിയാം എ ഡബിൾ ബാർ എന്ന് പറയുന്നത് എ തന്നെയാണ്, ബി ഡബിൾ ബാർ എന്ന് പറയുന്നത് ബി തന്നെയാണ് അല്ലേ. സോ ഐ ക്യാൻ ഓൾസോ റൈറ്റ് എ ബി ഇസ് ഈക്വൽ ടു എ ഡബിൾ ബാർ ആൻഡ് ബി ഡബിൾ ബാർ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ബൂളിയൻ ലോസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇതൊരു ഹോൾ ബാർ ആയിരുന്നെങ്കിൽ എങ്ങനെ എഴുതാം? എ ബാർ ഓർ ബി ബാർ ഹോൾ ബാർ. ഇതിനകത്ത് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്കിത് കിട്ടും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എ ബാർ ഓർ ബി ബാർ ഹോൾ ബാർ എന്നുള്ളതിൽ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്കിത് കിട്ടും. സെയിം തന്നെയാണ്, 2 എക്സ്പ്രഷനും സെയിം തന്നെയാണ്. എന്താവും ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഹോൾ ബാർ എന്നുള്ളത് സ്പ്ലിറ്റ് ആവും, ഇവിടുത്തെ ഓർ എന്നുള്ളത് ആൻഡ് ആവും. അപ്പോൾ എന്തുണ്ടാവും? എ ഡബിൾ ബാർ ആൻഡ് ബി ഡബിൾ ബാർ. സെയിം സംഭവം തന്നെയാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്, ജസ്റ്റ് ഒരു ഫോം കൺവേർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ ഒരു എക്സ്പ്രഷൻ എന്തിൻ്റെയാണ്, ഏത് ഫോമിലാണ് വരുന്നത്? എക്സ് ഓർ വൈ ഹോൾ ബാർ എന്നുള്ളൊരു ഫോമിലാണ് വന്നിട്ടുള്ളത്. നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് അല്ലേ. നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എക്സ് ഓർ വൈ ഹോൾ ബാർ എന്നുള്ളൊരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എ ബാർ ഈസ് എക്സ്, ബി ബാർ ഈസ് വൈ. ഓക്കെ, അതായത് നമ്മളിവിടെ ഒരു നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഡയറക്റ്റ് നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ബട്ട് ദ ഇൻപുട്ട്സ് ആർ ഇൻവേർട്ടഡ്. അതായത് ഓക്കെ, ഒരു നോർ ഗേറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നത്. അതായത് എ ബാർ ഓർ ബി ബാർ ഹോൾ ബാർ ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്ന എക്സ്പ്രഷൻ. നോർ ഗേറ്റ് ആണ്. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എ ബാർ ആണ്, ഇവിടെ കിട്ടേണ്ടത് ബി ബാർ ആണ്. അതായത് ഇങ്ങനെ ഒരു നോർ ഗേറ്റ് കൺസിഡർ ചെയ്യുകയാണ്, അതായത് എ ബാർ ആൻഡ് ബി ബാർ ഇൻപുട്ടായിട്ട് വരുന്ന ഒരു നോർ ഗേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? എ ബാർ ഓർ ബി ബാർ ഹോൾ ബാർ. ഇതൊരു നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പക്ഷേ നമുക്കിവിടെ എ ബാർ ആൻഡ് ബി ബാർ എന്നുള്ളത് അവൈലബിൾ ആക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇൻപുട്ട്സ് ആയിരിക്കും ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നോറിലേക്ക് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോർ യൂസ് ചെയ്തിട്ടുള്ള ഇൻവേർട്ടർ തന്നെ യൂസ് ചെയ്യണം. നോർ യൂസ് ചെയ്തിട്ട് ഇൻവേർട്ടർ എങ്ങനെയാണ്? 2 ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്യുക. ഓക്കെ, ഔട്ട്പുട്ടിൽ ഇൻവേർട്ടഡ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, ബി എന്നൊരു വാരിയബിൾ ഉണ്ടെങ്കിൽ 2 ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്തിട്ടുള്ളൊരു നോർ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബി ബാർ ആയിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, എ എന്നുള്ളത് ഇവിടെ ഇത് 2 ഗേറ്റും നോട്ട് ഗേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇൻവേർട്ടേഴ്സ് ആണ്. ഓക്കെ, എ എന്നുള്ളത് എ ബാർ ആയി, ബി എന്ന് പറയുന്നത് ബി ബാർ ആയി. ഈ ഒരു നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ബാർ ഓർ ബി ബാർ ഹോൾ ബാർ. ഓക്കെ, ഇത് നോർ ഗേറ്റ് ആണ്. ഓക്കെ, എ ബാർ ഓർ ബി ബാർ ഹോൾ ബാർ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ എ ബാർ ഓർ ബി ബാർ ഹോൾ ബാർ എന്ന് പറയുന്നത് എ ബി തന്നെയാണ്. ഓക്കെ, ദെൻ വി ഹാവ് ഇംപ്ലിമെൻറ്റഡ് ദ ആൻഡ് ഗേറ്റ് യൂസിങ് നോർ ഗേറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഓക്കെ, എ ബാർ ഓർ ബി ബാർ ഹോൾ ബാർ ഈസ് ഈക്വൽ ടു എ ഡബിൾ ബാർ ആൻഡ് ബി ഡബിൾ ബാർ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. ഓക്കെ, ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു ബി തന്നെയാണ്. ഓക്കെ, now let's see how an OR gate can be represented by using the NAND gate and NOR gate. Okay, OR gate means the symbol is like this, OR gate.
Okay, A and B are the two inputs. It is available also in 3 and more inputs. Then output Y is equal to A or B. Okay, now let's see how it can be implemented by using a NAND gate. Okay, we know the output is A or B. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഓർ ബി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു എ ഓർ ബി വൈ ഇസ് ഈക്വൽ ടു എ ഓർ ബി ആണ് എൻ്റെ കയ്യിലുള്ളതെങ്കിൽ ഞാൻ അതിനെ നാൻഡിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് എക്സ്പ്രഷൻ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ഡബിൾ ബാർ ഓർ ബി ഡബിൾ ബാർ, ബിക്കോസ് എ ഡബിൾ ബാർ ഇസ് ഇക്വൽ ടു എ, ബി ഡബിൾ ബാർ ഇസ് ഇക്വൽ ടു ബി. ഓക്കെ, ദെൻ ഇതിനകത്ത് ഞാൻ ബൂളിയൻ ലോസ് അപ്ലൈ ചെയ്യാണ്. എ ബാർ ഇതിനെ ഞാൻ ഹോൾ ബാർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതെന്താണ് വരിക? എ ബാർ ആൻഡ് ബി ബാർ ഹോൾ ബാർ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു നാൻഡ് ഗേറ്റിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. എക്സ് ആൻഡ് വൈ ഹോൾ ബാർ എന്നുള്ളൊരു ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, ദെൻ ഓർ ഗേറ്റിനെ എനിക്ക് നാൻഡ് ഗേറ്റിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഹൗ ഐ വിൽ റെപ്രസെൻറ്റ് ദിസ് ബൈ യൂസിങ് എ ലോജിക്കൽ നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം. രണ്ട് ഇൻപുട്ട് ഉണ്ട് എനിക്ക്. നാൻഡ് ഗേറ്റ് ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്സിൽ എ ബാർ ബി ബാർ കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് എ ബാർ ആൻഡ് ബി ബാർ ഹോൾ ബാർ എന്നായിരിക്കും. ഓക്കെ, ദെൻ ഈ എ ബാർ ബി ബാർ എന്നുള്ളത് എങ്ങനെയാണ് അവൈലബിൾ ആക്കുക? ഇവിടെ നമുക്ക് എ ആൻഡ് ബി എന്നുള്ള രണ്ട് ഇൻപുട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എ ആൻഡ് ബി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്കൊരു ഇൻവേർട്ടറിൽ അപ്ലൈ ചെയ്യണം യൂസിങ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവേർട്ടർ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവേർട്ടർ അപ്ലൈ ചെയ്താൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്തിട്ട് എ ബാർ ആൻഡ് ബി ബാർ എന്നുള്ളത് അവൈലബിൾ ആക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്കിവിടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത് എ ബാർ ആൻഡ് ബി ബാർ ഹോൾ ബാർ എന്നാണ് അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എ ഡബിൾ ബാർ ഓർ ബി ഡബിൾ ബാർ എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഓർ ബി. അതായത് ഫൈനൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഓർ ഗേറ്റിൻ്റെ സെയിം ഔട്ട്പുട്ട് തന്നെയാണ്. അതായത് ഞാൻ ഈ ഓർ ഗേറ്റിനെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഒരു സെയിം നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്? ഓക്കെ, നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള എ ബി എന്നുള്ള ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദിസ് ഔട്ട്പുട്ട് ആസ് എ ഓർ ബി. നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ഓർ ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓർ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ഒരു ഓർ ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു നോർ ഗേറ്റ് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നുണ്ടാവുക? നോർ ഗേറ്റ് ഞാൻ യൂസ് ചെയ്തു. ഇവിടെ എ ആൻഡ് ബി ആണ് എൻ്റെ ഇൻപുട്ട്സ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി എ ഓർ ബി ഹോൾ ബാർ. ഓക്കെ, അതായത് നമ്മളുടെ ഓർ ഗേറ്റിൻ്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് നമുക്ക് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് നമുക്ക് എങ്ങനെ എ ഓർ ബി ഉണ്ടാക്കാം? ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ജസ്റ്റ് ഒരു ഇൻവേർട്ടർ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇൻവേർട്ടർ യൂസിങ് നോർ ഗേറ്റ്. ഓക്കെ, ഇതൊരു നോട്ട് ഗേറ്റ് ആണ് അല്ലെങ്കിൽ ഇൻവേർട്ടർ ആണ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? എ ഓർ ബി ബാർ ഹോൾ ബാർ. ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഓർ ബി. ഓക്കെ, അതായത് നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ഓർ ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, now let's see how the NAND gate can be implemented by using these universal gates. Okay, NAND gate യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് തന്നെയാണ്. ഓക്കെ, NAND gate എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എ ആൻഡ് ബി ആർ ദ ഇൻപുട്ട്സ്, ഔട്ട്പുട്ട് വിൽ ബി എ ബി ഹോൾ ബാർ. ഓക്കെ, ദെൻ നാൻഡ് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അത് തന്നെ. നാൻഡ് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ് ആണെങ്കിൽ എ ആൻഡ് ബി ആണ് എൻ്റെ ഇൻപുട്ട്സ് വരുന്നത്. ഔട്ട്പുട്ട് ഈസ് എ ബി ഹോൾ ബാർ. Now let's see how this NAND gate can be implemented by using the NOR gate. NOR gate യൂസ് ചെയ്തിട്ട് നമ്മൾ AND gate എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ഓൾറെഡി പഠിച്ചു. NOR gate യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് AND ഗേറ്റിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് ആദ്യം ഒരു ഇൻവേർട്ടർസ് യൂസ് ചെയ്യണം. ഓക്കെ, NOR ഗേറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, എ എന്നുള്ളത് ഇവിടെ എ ബാർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബി എന്നൊരു ഇൻപുട്ടിനെ ബി ബാർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ഇൻവേർട്ടർ യൂസ് ചെയ്തു. Here we will get B bar. Then these two inputs are applying to another NOR gate. Okay, then the output will be A bar or B bar whole bar എന്നാണ്. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ
ഡബിൾ ബാർ ആൻഡ് ബി ഡബിൾ ബാർ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി അല്ലേ. നമ്മൾ നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ആൻഡ് ഗേറ്റിനെ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നാൻഡ് ഗേറ്റ് ഈസ് ദ ഇൻവേർട്ടഡ് വേർഷൻ ഓഫ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്താൽ നമുക്ക് നാൻഡ് ഗേറ്റ് കിട്ടും അല്ലേ. എ ബി ഹോൾ ബാർ എന്നാണ് നാൻഡ് ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള ആൻഡ് ഗേറ്റിനെ ഞാൻ ഇൻവേർട്ട് ചെയ്യാണ് ടു മേക്ക് ഇറ്റ് ആസ് നാൻഡ് ഗേറ്റ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി എ ബി ഹോൾ ബാർ. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഔട്ട്പുട്ട് എ ബി ആണ്, കാരണം ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് റെപ്രസെൻറ്റിംഗ് എൻ ആൻഡ് ഗേറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഇൻവേർട്ടർ. ഓക്കെ, ആൻഡിൻ്റെ ഔട്ട്പുട്ടിൽ ഞാനൊരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്ത സമയത്ത് എനിക്കത് നാൻഡ് ഗേറ്റ് ആയി. ഓക്കെ, next let's see how a NOR gate can be implemented by using this NAND and NOR. Okay, NOR gate means we will have two or more inputs. Here considering two input NOR gate, A and B are the inputs and the corresponding output will be A or B whole bar. ഇതാണ് നമ്മുടെ ഒരു NOR ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു NOR ഗേറ്റിനെ എങ്ങനെയാണ് നമ്മൾ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഓർ ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓർ ഗേറ്റിനെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് അറിയാം. അതെങ്ങനെയായിരുന്നു നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ആദ്യം രണ്ട് ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻപുട്സ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടഡ്. ഓക്കെ, രണ്ട് ഇൻവേർട്ടർ യൂസ് ചെയ്തിട്ട് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ടിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്തു. എ ബാർ ആൻഡ് ബി ബാർ എന്നാക്കി കൺവേർട്ട് ചെയ്തു. ദെൻ വി ഹാവ് അപ്ലൈഡ് ഇറ്റ് ഇൻ ടു അനദർ ആൻഡ് ഗേറ്റ്, നാൻഡ് ഗേറ്റ്. ഓക്കെ, ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി എ ബാർ ആൻഡ് ബി ബാർ ഹോൾ ബാർ എന്നായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഔട്ട്പുട്ട്. എ ബാർ ആൻഡ് ബി ബാർ ഹോൾ ബാറിനെ നമുക്ക് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്താൽ എങ്ങനെയാക്കാം? എ ഡബിൾ ബാർ ഓർ ബി ഡബിൾ ബാർ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഓർ ബി. അതായത് ഇതാണ് എൻ്റെ ഒരു ഓർ ഗേറ്റ് ഉണ്ടായിരുന്നത്. എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇൻപുട്ട് കൊടുത്ത സമയത്ത് എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത് എ ഓർ ബി ആണ്. അതായത് ഒരു ഓർ ഗേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഞാൻ അവിടെ വരച്ചേക്കുന്നത്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻവേർട്ടർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് ദിസ് നോർ ഗേറ്റ് ഈസ് ദ ഇൻവേർട്ടഡ് വേർഷൻ ഓഫ് ഓർ ഗേറ്റ് അല്ലേ. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ ഇൻവേർട്ടഡ് വേർഷനാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഓർ ഗേറ്റ് അവൈലബിൾ ആണ്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഞാനൊരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഔട്ട്പുട്ട് വിൽ ബി എ ഓർ ബി ഹോൾ ബാർ. അതായത് നോർ ഗേറ്റ് നമുക്കിവിടെ അവൈലബിൾ ആയി. ഓക്കെ, ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. ഓക്കെ, ദെൻ how represent this NOR gate by using a NOR gate? Just direct NOR gate തന്നെയാണ്. ഓക്കെ, NOR gate എ ആൻഡ് ബി ആണ് ഇൻപുട്ടിൽ വരുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് എ ഓർ ബി ഹോൾ ബാർ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു എക്സ്പ്രസ് ആൻ XOR gate using NAND gate and NOR gate. Okay, simply an XOR gate can be expressed like this. If A and B are the inputs, the corresponding output will be A XOR B. It can also be expressed as A bar B or A B bar. This is the XOR gate. Now let's see how it can be expressed in terms of NAND. Okay, it's a little bit complex structure, but it is easy to remember because it is like a butterfly structure. Okay, let's see the NAND gates implementation of XOR using NAND gates. Okay, A and B are our inputs and we are applying these inputs to a NAND gate. Then again we are considering this A and B. Okay, then this output is fed to another NAND gates, a pair of NAND gates. Okay, then it is combining as an input of the fourth NAND gate. Okay, this will be the XOR implementation using NAND gates only. Let's see its output. Here the inputs are A and B and here it will be, the output will be A B ഹോൾ ബാർ. ഇവിടെ നമ്മളൊരു നാൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ബി ഹോൾ ബാർ ആയിരിക്കും ബിക്കോസ് ദ ഇൻപുട്ട്സ് ആർ എ ആൻഡ് ബി. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എ ആയിരിക്കും. ഈ ഒരു പോയിന്റിൽ നമുക്ക് അതായത് ഈ ഒരു നാൻഡ് ഗേറ്റ്, സെക്കൻഡ് നാൻഡ് ഗേറ്റ്, ഓക്കെ,
1, 2, 3 and 4. I am numbering it. Then second NAND gate in the inputs എന്ന് പറയുന്നത് A and AB whole bar ആണ്. Then its output will be A and AB bar whole bar. ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻപുട്ട് വരുന്നത് AB ബാർ ആണ്, നെക്സ്റ്റ് ഇൻപുട്ട് വരുന്നത് B ആണ്. ദെൻ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി B ആൻഡ് AB ബാർ ഹോൾ ബാർ. ഓക്കെ, അതായത് 2 and 3 നാൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട്സ് ആണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്ക് അനദർ ഒരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഹോൾ ബാർ എന്നുള്ളത് ബ്രേക്ക് ആവും. ദെൻ ഇറ്റ് വിൽ ബി എ ബാർ ഓർ എ ബി ഡബിൾ ബാർ. ഓക്കെ, എ ബി ഡബിൾ ബാർ ഈസ് ഈക്വൽ ടു എ ബി, സോ ഐ ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് എ ബാർ ഓർ എ ബി. ഓക്കെ, നമുക്കറിയാം ഒരു ബൂളിയൻ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ഓർ എ ബി ഈസ് ഈക്വൽ ടു എ ഓർ ബി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എ ബാർ ഓർ എ ബി ഇസ് ഈക്വൽ ടു എന്താ വരിക, അതായത് ഇവിടെ എ ഓർ എ ബാർ ബി ഇസ് ഈക്വൽ ടു എ ഓർ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എ ബാർ ഓർ എ ബി എന്നാണ്, അതായത് ഒരു വാരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് വേർഷനും ഈ കോംപ്ലിമെൻറ്റഡ് വേർഷൻ്റെ കൂടെ ഒരു അനദർ വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എ ബാർ ഓർ ബി ആയിരിക്കും നമുക്കിവിടെ ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും, എ ബാർ ഓർ ബി ആയിരിക്കും. ഓക്കെ, ദെൻ ദിസ് എ ബാർ ഓർ എ ബി ഇസ് ഈക്വൽ ടു എ ബാർ ഓർ ബി. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്ന വാരിയബിൾ എന്ന് പറയുന്നത് എ ബാർ ഓർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ബാർ ഓർ ബി ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യാം, അതായത് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ബി ബാർ ഓർ എ ബി ഡബിൾ ബാർ. ദെൻ എ ബി ഡബിൾ ബാർ ഈസ് ഈക്വൽ ടു എ ബി. ദെൻ ബി ബാർ ഓർ എ ബി ഈസ് ഈക്വൽ ടു ബി ബാർ ഓർ എ. ഓക്കെ, അതായത് ഈ രണ്ട് പോയിന്റ്സിലും, അതായത് ഫോർത്ത് നാൻഡ് ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ട്സും നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഫസ്റ്റ് ഇൻപുട്ട് ഈസ് എ ബാർ ഓർ ബി, സെക്കൻഡ് ഇൻപുട്ട് ഈസ് ബി ബാർ ഓർ എ. ഓക്കെ, ദെൻ ഫോർത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ടേംസിനെയും നാൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ടേം ആയിരിക്കും, അതായത് രണ്ട് ടേംസിനെ ആൻഡ് ചെയ്യുക ദെൻ ഇൻവേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ദിസ് ഔട്ട്പുട്ട് വിൽ ബി എ ബാർ ഓർ ബി ആൻഡ് ബി ബാർ ഓർ എ ഹോൾ ബാർ. ഓക്കെ, ആൻഡ് ചെയ്തു, ഇൻവേർട്ട് ചെയ്തു. ദെൻ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്താണ് കിട്ടുന്നുണ്ടായിരിക്കുക, നമുക്കിവിടെ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. എ ബാർ ഓർ ബി ബാർ ഓർ ബി ബാർ ഓർ എ ബാർ. ഓക്കെ, next we are going to express an XOR gate in terms of NAND gates and NOR gates. Okay, simply an XOR gate can be expressed like this. This is an XOR gate and A and B are the inputs and the output can be expressed as A XOR B, or it can also be expressed as A bar B or A B bar. Okay, this is an XOR gate. Now let's see how it can be implemented by using NAND gates only. Okay, it is a little bit complex structure, but it is easy to remember because it's like a butterfly structure. Let's see. Okay, then we have two inputs A and B. Okay, then we are applying these inputs to a NAND gate. Again we are using this A and B inputs. Okay, and I am applying these outputs also to the next stage of NAND gates. Okay, then again I am combining these two outputs to form a last stage. Okay, this is the NAND gate this is the XOR gate using NAND gates only. Okay, now let's check its output. Here at this point we will get an output A B whole bar because A and B are the inputs and it is a NAND gate. The first NAND gate produce an output AB whole bar. Okay, this is my second NAND gate, this is my third NAND gate and it is fourth one. Okay, then consider the inputs of this second NAND gate. Second NAND gate in the inputs, here it will be A and here it will be AB bar.
ഓക്കെ, സിമിലർലി ഈ ഒരു തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻപുട്ട് വിൽ ബി എ ബി ബാർ ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് വിൽ ബി ബി. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് ഔട്ട്പുട്ട്? സെക്കൻഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ബി എ ആൻഡ് എ ബി ബാർ ഹോൾ ബാർ. ഇതായിരിക്കും സെക്കൻഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി നമുക്ക് തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ബി ആൻഡ് എ ബി ബാർ, ബി ആൻഡ് എ ബി ബാർ ഹോൾ ബാർ. ഇതായിരിക്കും തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഈ രണ്ട് എക്സ്പ്രഷൻസിനെ നമുക്ക് കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം, ബൂളിയൻ ലോസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് ഫസ്റ്റ് എക്സ്പ്രഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. അതായത് എ ആൻഡ് എ ബി ബാർ ഹോൾ ബാർ, ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? എ ബാർ ഓർ എ ബി ഡബിൾ ബാർ. എ ബി ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു എ ബി. ദെൻ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ബാർ ഓർ എ ബി. ഓക്കെ, ഇതിനെ നമുക്ക് റെഡ്യൂസ്ഡ് ഫോമിൽ ലോസ് ആൻഡ് റൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി ഒരു റൂൾ പഠിച്ചിട്ടുള്ളതാണ്, എ ഓർ എ ബാർ ബി ഇസ് ഈക്വൽ ടു എ ഓർ ബി. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു റൂളാണ് അല്ലേ. ഈ ഒരു ഫോമിൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇവിടെ എന്താണ്, ഒരു പെർട്ടിക്കുലർ വാരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് വേർഷൻ, ഈ കോംപ്ലിമെൻറ്റഡ് വേർഷൻ്റെ കൂടെ അനദർ ഒരു വാരിയബിൾ വന്നിട്ടുണ്ട്. ദെൻ ദ റിസൾട്ട് വിൽ ബി സിംഗുലറായിട്ട് കിടക്കുന്ന വാരിയബിൾ ഓർ ദിസ് വാരിയബിൾ എ ഓർ ബി എന്നുള്ളതാണ്. അതേ ഫോമിൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. എ ബാർ വന്നിട്ടുണ്ട്, അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് വേർഷൻ ആയിട്ടുള്ള എ വന്നിട്ടുണ്ട്, കോംപ്ലിമെൻറ്റഡ് വേർഷൻ്റെ കൂടെ ഒരു വാരിയബിൾ വന്നിട്ടുണ്ട്. ദെൻ ദിസ് എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എ ബാർ ഓർ ബി. Okay, it is equal to a bar or b. Okay, now I am rewriting this expression as a bar or b. Okay, simplified ആയിട്ടുള്ള വേർഷൻ ആണ് ഞാൻ അവിടെ എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും നമുക്ക് ഇതേ മോഡലിൽ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ബി ആൻഡ് എ ബി ബാർ ഹോൾ ബാർ ആണ്. ഓക്കെ, ദെൻ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. ബി ബാർ ഓർ എ ബി ഡബിൾ ബാർ, it is equal to b bar or ab. Okay, then b bar or ab means we know that a or a bar b is equal to a or b. Okay, same manner la namukku b bar or ba is equal to b bar or a. Okay, b bar or a എന്ന് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, b bar or a. ഓക്കെ, അതായത് ഈ ഒരു തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ റീറൈറ്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ബാർ ഓർ എ. ഓക്കെ, ദെൻ എഗെയിൻ നമ്മൾ ഫോർത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യാം. ഫോർത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? ദീസ് ടു ടേംസ് നാൻഡഡ്, ദാറ്റ് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ഫോർത്ത് NAND gate. Okay, then a bar or b into b bar or a whole bar. ഇതായിരിക്കും നമുക്ക് ഫോർത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അതായത് എ ബാർ ഓർ ബി ദിസ് ടേം ആൻഡ് ബി ബാർ ഓർ എ. Okay, ANDed together and then inverted. That will be the output of this fourth NAND gate. Okay, നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതി നോക്കാം, നമുക്ക് എന്താ കിട്ടാന്ന് നോക്കാം. നമുക്ക് എ ബാർ ഓർ ബി ആൻഡ് ബി ബാർ ഓർ എ ദെൻ ഹോൾ ബാർ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ഫോർത്ത് നാൻഡ് ഗേറ്റ്. ഇവിടെ നമ്മൾ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് വരിക? എ ബാർ ഓർ ബി whole bar or b bar or a whole bar. Again നമുക്ക് ഇവിടെ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. a double bar and b bar. Okay, or b double bar and a bar. Okay, ഇതായിരിക്കും ഡിമോർഗൻസ് തിയറം അഗെയിൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. then this expression can be written as a double bar is equal to a, b bar is b bar, or b double bar means b, a bar is a bar, then a bar b. Okay, that is
A B bar or A bar B is the final output, which is the output of XOR gate. That is, the implementation is correct. We have applied A and B to the first NAND gate input, and again the inputs A and B and the output of the first NAND gates applied to the second stage of NAND gates. Then the second stage outputs are applied to another fourth NAND gate, and its output will be A XOR B. Okay, that is the NAND gate implementation of XOR. Okay. Now let's see how this XOR gate can be implemented by using the NOR gate. It also follows the butterfly structure. Let's see. Okay, XOR gate implementation using NOR gate only. Okay, let's see its structure. These are our two inputs, A and B. We are applying these two inputs to the NOR gate. Okay, then we are again using this A and B inputs. This is the XOR gate using NOR gates only. Okay, now let's check its output. We should get an output here, A bar B or AB bar. Okay, because it is an XOR gate, we should get this output. Now let's check it out. Okay, first, this is my first NOR gate, second one, third one, fourth one, and fifth one. Okay, here there are 5 NOR gates to implement XOR gate. Okay, first check here. Inputs are A and B, and the output of this first NOR gate will be A or B whole bar. Okay, A or B whole bar, and the inputs of this second NOR gate are, here it is A, and here the input is A or B whole bar. Okay, then its output will be A or B bar whole bar. Okay, then consider this third NOR gate. Here the input will be A or B bar, A or B whole bar, and here the input will be B. Okay, then its output will be B or A or B bar whole bar. Okay, ഇനി നമുക്ക് ഇതിനെ രണ്ട് ടേംസിനെയും രണ്ട് എക്സ്പ്രഷൻസിനെയും നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. ഹിയർ ഇവിടെ നമുക്ക് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. എ ഓർ ബി ബാർ ഹോൾ ബാർ എന്നുള്ളതിൽ ഈ ഒരു ഹോൾ ബാർ എന്നുള്ള നമ്മൾ ബ്രേക്ക് ചെയ്യാണ് ഡിമോർഗൻസ് തിയറം യൂസ് ചെയ്തിട്ട്. ദെൻ ഇറ്റ് വിൽ ബി എ ബാർ ആൻഡ് എ ഓർ ബി ഡബിൾ ബാർ. ഓക്കെ, ഇവിടെ നമുക്ക് ഡിമോർഗൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഈ ബാർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ ബാർ ആൻഡ് എ ഓർ ബി ഡബിൾ ബാർ ആണ് വരുന്നത്. എ ഓർ ബി ഡബിൾ ബാർ ഈസ് ഈക്വൽ ടു എ ഓർ ബി ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എ ബാർ ഇൻറ്റു എ ബാർ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ ഇവിടെ വരുന്നത് എ ബാർ ബി ആയിരിക്കും. അതായത് ഈ ഒരു ടേമിനെ എനിക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ബാർ ബി. സെക്കൻഡ് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എ ബാർ ബി ആയിരിക്കും. ഓക്കെ, ദെൻ സിമിലർലി ഇവിടെയും ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ബി ഓർ എ ഓർ ബി ബാർ ഹോൾ ബാർ ആണ്. ഓക്കെ, ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുക. ദിസ് ഓർ വിൽ ബി ചേഞ്ച് ടു ആൻഡ് ദിസ് whole bar will be break into 2. Okay, then B bar and A or B bar. Okay, then this double bar can be cancelled. So the term is B bar A or B bar B bar. B bar is equal to 0. Okay, then the remaining term will be A or B. Sorry, the remaining term will be A B bar. Okay, B bar into A B bar. Okay, B bar into B is equal to 0. Then this term can be represented by the simplified form A B bar. Okay, അതായത് 2 എന്ന് പറയുന്ന നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എ ബാർ ബി കിട്ടി, 3യുടെ ഔട്ട്പുട്ടിൽ എ ബി ബാർ കിട്ടി. ദെൻ അഗെയിൻ ഫോർത്ത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോർത്ത് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്
എ ബാർ ബി ഓർ എ ബി ബാർ ഹോൾ ബാർ ആയിരിക്കും. ഓക്കെ, അതായത് ഇത് എക്സോർ ഗേറ്റിൻ്റെ ഇൻവേർട്ടഡ് വേർഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എ ബാർ ബി ഓർ എ ബി ബാർ എന്ന് പറയുന്നത് എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് അല്ലേ. എ ബാർ ബി ഓർ എ ബി ബാർ എന്ന് പറയുന്നത് എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. അത് നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഇൻവേർട്ടഡ് വേർഷനാണ് നമുക്ക് ഫോർത്തിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻവേർഷൻ എന്നുള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഗെയിൻ ഒരു ഇൻവേർട്ടർ യൂസ് ചെയ്യാം. ഇതൊരു ഇൻവേർട്ടർ സ്റ്റേജ് ആണ്. ഈ ഒരു ഇൻവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടിൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഫൈനൽ ഔട്ട്പുട്ടിൽ വരുന്നത് ഇതിൻ്റെ എഗെയിൻ ഒരു ബാറാണ്. അതായത് ഡബിൾ ബാർ വരുന്ന സമയത്ത് നമുക്ക് ഈ ഡബിൾ ബാറിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി എ ബാർ ബി ഓർ എ ബി ബാർ. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് XOR gate. Okay. Now let's see how an XNOR gate can be expressed in terms of NAND and NOR. Okay, actually this XNOR gate is an inverted version of XOR. We know the XOR gate. This is the XOR gate. Then XNOR is the inverted version of XOR. Okay, if A and B are the inputs, the XNOR output can be expressed as Y is equal to A XNOR B, and it is equal to A bar B bar or AB. Okay, this is the expression for an XNOR. Also, it can be expressed as the inverted version of XOR gate. That is, Y is equal to A XOR B whole bar, inverted version of XOR gate. That is, it is equal to A bar B or A B bar whole bar. Okay, these two expressions are same. Let's check it. A bar B or A B bar whole bar. Then applying the De Morgan's theorem, this OR will be changed to and there will be two splitted bars. Then here also we can apply the De Morgan's theorem. Then it will be A double bar, that is A, or B bar. Then it is ANDed with A bar or B. Okay, multiplying these two terms, we will get A into A bar is equal to 0, A into B, AB, or B bar into A bar, that is A bar B bar, B bar into B, that is 0. Okay, that is, it is the invert. These two expressions are same. Okay, then now let's see how it can be expressed by using the NAND gates only. Okay, XNOR gates നമ്മൾ NAND gate വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ XOR ഗേറ്റിനെ NAND gate വെച്ചിട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ XNOR ഗേറ്റ് എന്ന് പറയുന്നത് XOR ഗേറ്റിൻ്റെ ഒരു ഇൻവേർട്ടഡ് വേർഷനാണ്. ഓക്കെ, XNOR എന്ന് പറയുന്നത് XORൻ്റെ ഇൻവേർട്ടഡ് വേർഷനാണ്. നമ്മൾ ഓൾറെഡി XOR ഗേറ്റിനെ NAND ഗേറ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? XOR ഗേറ്റിനെ സിമ്പിളായിട്ട് ഒരു XOR ഗേറ്റിനെ നമ്മൾ NAND ഗേറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് A B എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ XOR ഗേറ്റിനെ NAND ഗേറ്റ് വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പറയുന്നത്. XOR ഗേറ്റ് യൂസിങ് NAND ഗേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഒരു ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു XOR ഗേറ്റ് യൂസിങ് NAND ഗേറ്റ്സ്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക A XOR B ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഇനി XOR ഗേറ്റിൽ നിന്ന് XNOR ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ XORൻ്റെ ഔട്ട്പുട്ടിൽ ജസ്റ്റ് ഒരു ഇൻവേർട്ടർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് XNOR ആയിരിക്കും. ഓക്കെ, അതായത് XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ഇൻവേർഷൻ ചെയ്യുകയാണെങ്കിൽ the result will be XNOR. That is, we have to put just an inverter at the output of XOR gate to get the output of XNOR. That is, ഇത് XNOR gate ആണ്. Okay, XOR, here it is XOR and it is an inverter. The result is XNOR. Okay, നമുക്ക് XNOR ഗേറ്റിനെ എങ്ങനെയാണ് NOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, വി നോ ദാറ്റ് ദിസ് XNOR ഈസ് ദ ഇൻവേർട്ടഡ് വേർഷൻ ഓഫ് XOR. XORൻ്റെ ഇൻവേർട്ടഡ് വേർഷനാണ് XNOR എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ NOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഓൾറെഡി XOR ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സോർ ഇംപ്ലിമെൻറ്റേഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു ഇൻവേർട്ടർ കൂടെ ഇട്ട് കൊടുത്താൽ, അതായത് എക്സോറിനെ ഇൻവേർട്ട് ചെയ്താൽ നമുക്ക് എക്സ്നോർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് നോർ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എക്സോറിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇറ്റ്സ് ദ ബട്ടർഫ്ലൈ സ്ട്രക്ചർ. ഓക്കെ, നോർ യൂസ് ചെയ്തിട്ട് എക്സോർ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, എക്സോർ ആണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു ജസ്റ്റ് ഇൻവേർട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിനെ എക്സ്നോർ ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ് വരുന്നത്. എ ആൻഡ് ബി ആണ് നമ്മുടെ ഇൻപുട്സ് വരുന്നത്. ഓക്കെ, ഇതായിരുന്നു എക്സ് ഓർ ഗേറ്റ് യൂസിങ് നോർ ഗേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ എക്സോർ ബി ആയിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ എക്സോർ ബി ആയിരുന്നു. പക്ഷേ നമുക്ക് എക്സ് നോർ ഗേറ്റ് ആണ് വേണ്ടതെങ്കിൽ വി ഹാവ് ടു പുട്ട് അനദർ ഇൻവേർട്ടർ അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അതായത് എക്സ് നോർ എന്ന് പറയുന്നത് എക്സോർ ഗേറ്റിൻ്റെ ഇൻവേർട്ടഡ് വേർഷനാണ്. വി ഹാവ് ടു ഇൻവേർട്ട് ദിസ് ഔട്ട്പുട്ട് അഗെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എഗെയിൻ ഇവിടെ ഒരു ഇൻവേർട്ടർ കൂടെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, എഗെയിൻ ഇവിടെ ഒരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദിസ് സെക്ഷൻ, അതായത് ഈ ഒരു സെക്ഷന് ശേഷമുള്ളൊരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ഇൻവേർട്ടർ ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ എഗെയിൻ ഒരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്യാണ്. അതായത് രണ്ട് ഇൻവേർട്ടറും കൂടെ ക്യാൻസലായി പോകും. അതായത് ഈ രണ്ട് ഇൻവേർട്ടറും കൂടെ ക്യാൻസലായി പോകും. ഫൈനലി വരുന്നൊരു ഡയഗ്രാം എന്ന് പറയുന്നത്, ലോജിക്കൽ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ എക്സ് നോർ ഗേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് നോർ ഗേറ്റ് ഓൺലി. ഫൈനൽ വന്നിട്ടുണ്ടായിരുന്ന രണ്ട് ഇൻവേർട്ടറും കൂടെ ക്യാൻസലായി പോയി. ഫൈനലി നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഗേറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ബാർ ബി ബാർ ഓർ എ ബി ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ആ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ എ എക്സ് ഓർ ബി ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു ഇൻവേർട്ടറും കൂടെ ഇൻവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വി വിൽ ഗെറ്റ് ദ എക്സ് നോർ ഗേറ്റ്. ഫൈനൽ രണ്ട് ഇൻവേർട്ടറും കൂടെ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രാം നമ്മൾ വരച്ചേക്കുന്നത്. ദിസ് ഈസ് ദ എക്സ് നോർ ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് നോർ ഗേറ്റ് ഓൺലി. ഓക്കെ.